വീട്ടമ്മമാർക്കൊക്കെ ഉള്ളൊരു പ്രധാന പ്രശ്നമാണല്ലേ, ഊണിന് എന്ത് ചാറുകറി ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി ഇല്ലാതെ ഊണ് കഴിക്കാത്ത ആളുകളുണ്ടല്ലേ. അപ്പം നമ്മൾ സ്ഥിരം സാമ്പാറും കാളനും അങ്ങനെയുള്ളതൊക്കെ വെച്ച് പിള്ളേരും ഹസ്ബൻഡൊക്കെ പറയും മടുത്തു, വേറെ എന്തെങ്കിലും വെക്കുക. അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന വീട്ടമ്മമാർക്ക് ഞാൻ ഇന്നൊരു ഒരൊഴിച്ചുകറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി കാണിച്ചു തരാം. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു 4-5 തക്കാളി വേണം, വലിയ തക്കാളിയാണേ. പിന്നെ 2 സവാള, മീഡിയം സൈസ് സവാള. പിന്നെ അധികം വലുതും അധികം ചെറുതും അല്ലാത്ത ഒരു വെള്ളരിക്ക. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് കഴുകിയെടുത്ത് സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം സ്ക്വയർ പീസസായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഉള്ളി ഇതുപോലെ സ്ക്വയറായിട്ട്, വെള്ളരിക്ക അതുപോലെ സ്ക്വയർ, ടൊമാറ്റോയും സ്ക്വയറായിട്ട് കട്ട് ചെയ്തു. നമുക്ക് എന്തായാലും അടുക്കളപ്പണി തുടങ്ങിയാൽ വേഗം തീരണമെന്നാണല്ലേ. അപ്പോൾ വേഗം തീരാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിക്കണം. വിസിൽ വന്നു, നമുക്കിനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിക്കാൻ ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞ് വെക്കണം. കുറച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു 1/2 മുറി തേങ്ങ ചിരണ്ടി അത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വയ്ക്കുക. തേങ്ങയിലൊന്നും ചേർക്കണ്ട, തേങ്ങ വെറുതെ അരച്ചാൽ മതി. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കുക. ഇപ്പം നമ്മുടെ വെള്ളരിക്കയും തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയും സവാളയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. അതാണ് കറിക്ക് ടേസ്റ്റ്. അപ്പം നമ്മളിനി അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് വേറൊരു പരിപാടിയാണ് ഈ പാത്രം കഴുകലല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഒരു 2 പാത്രം മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ചു ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ. ഇനി നമ്മളിത് തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് വന്നു. തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ട്. ഈ പച്ച നിറമൊക്കെ മാറി വരും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ. അപ്പോൾ നിറമൊക്കെ മാറി പച്ചമണമൊക്കെ മാറി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ വേറൊരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടീസ്പൂൺ മസ്റ്റാർഡ് കടുക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പം നല്ലൊരു ബ്രൗൺ കളർ വരും. അന്നേരം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ നിറയെ സാധാരണ മുളക് പൊടിയും 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. പെട്ടെന്ന് പച്ചമണം മാറി ബ്രൗൺ കളറായി കിട്ടും. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ നമ്മളിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് കറി കൂടി ആ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് അരപ്പെല്ലാം കറിയിലേക്ക് ചേരും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. നിങ്ങൾ ഉണ്ടാക്കി തന്നെ പറയണം, അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ എളുപ്പമാണ്, 10 മിനിറ്റ് മതി. അപ്പോൾ ഊണിന് പറ്റിയ ഒരു അസാധ്യ ഒഴിച്ചുകറിയാണ്. ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ നിന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് പകർത്താം. അപ്പം നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് us, support us. Thank you.